ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ, നമ്മുടെ നിധിയുടെയും സുധീഷിന്റെയും. അങ്ങനെ നമ്മളെ വീട് അടിപൊളിയാക്കാനായിട്ട് നിധി, അതായത് പുതിയൊരു പെൺകുട്ടി കൂടെ നമ്മുടെ കുടുംബത്തെ വരെയാണ്. അപ്പൊ കുറച്ച് നല്ല പാത്രങ്ങളും അതുപോലെ വീട്ടു സാധനങ്ങളൊക്കെ നമ്മുടെ നിധി സാലറി കിട്ടിയപ്പോൾ മേടിച്ചു. അങ്ങനെ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്ത് എല്ലാം വെക്കുകയാണ്. നമ്മുടെ സുധീഷിനെ കൊണ്ട് പാത്രമൊക്കെ കഴുകി തുടപ്പിച്ച് എല്ലാം റെഡിയാക്കിയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ നിധി പതിവ് പോലെ തന്നെ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം വേറൊന്നുമല്ല, നീതുവായിട്ട് വഴക്കടിച്ചിട്ട് പിന്നെ നീതു മിണ്ടിയിട്ടുമില്ല. എന്തിനും ഏതിനും ഹരീഷിനൊരു സമാധാനം ഇല്ല. എന്ന് തൊട്ട് ഈ നീതുവിനെ മനസ്സിൽ സ്നേഹിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് സമാധാനം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നികേഷിന് ഇത് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഹരീഷും നീതുവും തമ്മിൽ വഴക്കടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ നികേഷ് ചെന്നിട്ട് ചോദിക്കും, അല്ല ഹരീഷ് ഏടാ, നീതുമായിട്ട് വഴക്കുണ്ടായില്ലേ? അപ്പൊ ഒന്നും മിണ്ടിയില്ല കേട്ടോ ഹരീഷ്. അതെ, നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫുൾ ടൈം നിങ്ങൾ വഴക്കടിക്കുന്നതാണല്ലോ കൂടുതലുള്ളത് എന്നൊക്കെ പറയണേ. അപ്പം സുധീഷ് പറഞ്ഞു, എടാ ഇതൊക്കെയാണ് പ്രണയം എന്ന് പറയണത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഹരീഷെ കണ്ടായിരുന്നു കേട്ടോ, പാത്രങ്ങളൊക്കെ മേടിച്ച് വെച്ചിരിക്കണതും എല്ലാം. അപ്പൊ നിധി അങ്ങോട്ട് വന്നപ്പോ ഹരീഷ് ചോദിച്ചു, എന്തിനാ നിധി എടുത്ത് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചത്? അതൊക്കെ ഇരുന്നോട്ടെ, കുറെ നാളായി വിചാരിക്കുന്ന കാര്യം, ഈ പഴയ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് നല്ല പാത്രങ്ങളൊക്കെ ഒന്ന് വെച്ച് കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെ നിധി പറഞ്ഞു, നിങ്ങൾ സംസാരിച്ച് നിൽക്കുക. അപ്പൊ സുഭാഷും നികേഷും സുധീഷും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോ വരാം സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു നിധി അകത്തോട്ട് പോയിട്ടോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഫുൾ പൈസയും നിധിയാ കൊടുത്തത്, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാണ്, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു സുഭാഷ് ഏട്ടാ. അപ്പോഴേക്കും ആ കുട്ടിയെ കൊണ്ട് മുടക്കിപ്പിക്കണ്ടായിരുന്നു എന്ന് സുഭാഷ് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഓ അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും പണം മുടക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കുകയല്ലേ ഉള്ളൂ. പിന്നെയാണോ ഇനി നിധിയേട്ടത്തി പൈസ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുക്കാന്ന് പറയണത്? ഒന്ന് പോ സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറഞ്ഞ് കളിയാക്കിട്ടോ. അപ്പൊ സുധീഷ് പറഞ്ഞു, ഇല്ലടാ ഞാൻ ശരിക്കും പറഞ്ഞു ഓളടുത്ത് പൈസ മുടക്കാം. അപ്പൊ അവള് പറഞ്ഞു, എന്റെയും കൂടെ വീടല്ലേ, ഞാൻ പൈസ മുടക്കുന്നതിൽ എന്താ തെറ്റ് സുധീഷ് എന്ന് പറഞ്ഞ് അവക്ക് നിർബന്ധമായിട്ടും കൊടുത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, എന്നാലും നിധിയേട്ടത്തെ കൊണ്ട് കൊടുപ്പിക്കണ്ടായിരുന്നു, ഈ വീട്ടിലെ ആള് തന്നെയാണ് നിധിയേട്ടത്തി, പക്ഷെ സുധീഷ് ഏട്ടനായിരുന്നു പൈസ മുടക്കേണ്ടിയിരുന്നത്. നിധിയേട്ടത്തെയും കൊണ്ടുപോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ആയിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം സുധീഷിന് അങ്ങോട്ട് ദേഷ്യം വന്നു, എടാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവള് സമ്മതിക്കാത്തല്ല, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് സുധീഷ് ചോദിച്ചു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടും കൂടെ തമ്മിൽ തല്ലായി. അവസാനം സുഭാഷ് പറഞ്ഞത്, നിധി ഇപ്പൊ ഇറങ്ങി വരും പുറത്തോട്ട്, അപ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാണ്ട് മര്യാദയ്ക്ക് നിൽക്കാൻ ഇങ്ങനെ പറയാനുണ്ടോ. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു, ഇയാൾക്കല്ലെങ്കിലും എല്ലാ കാര്യത്തിനും പിശുക്ക് തന്നെ. അപ്പൊ സുധീഷ് പറഞ്ഞു, ഓ നീ വലിയ മെക്കാനിക്കലല്ലേ, നീ എന്ത് പൈസ മുടക്കണവനാ, നീ എന്തോരം പൈസ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ടാ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉന്തും തള്ളുമായി വഴക്കായി തറയിൽ കിടന്ന് അടിയായി. നിധി അപ്പോഴേക്കും ഈ ഒച്ചയും ബഹളവും കൊണ്ട് പറയണ, ഇവിടെ എന്താ ഇത്, ഇതെന്താ ചന്തയാണോ, വീണ്ടും തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ട് നിധി കിടന്ന് അവിടെ കിടന്ന് ഒച്ച എടുക്കുകയാണ്. സുഭാഷ് ഒന്നും മിണ്ടിയില്ല, നിധി കാണുകയും ചെയ്തു. അപ്പോഴേക്കും ഹരീഷും സുധീഷും വിടണില്ല, പിന്നെ അടിയാണ്. നിധി അവിടെ ഇരുന്ന വെള്ളം എടുത്ത് രണ്ടുപേരും കൂടെ മേലേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ കേട്ടോ. രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് എണീറ്റ് നിൽക്കുന്നു. നാണം ഇല്ലല്ലോ, ഇത്രയും വലുതായി എന്നിട്ട് വീണ്ടും അടി ഉണ്ടാക്കണം. ഓ, എനിക്ക് ക്ഷേമാവണം, ഈ വീട്ടിൽ നിൽക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കണം ഈ ഒരു കാഴ്ച കാണുമ്പോഴെന്ന് പറഞ്ഞിട്ട് നിധി അകത്ത് കയറി കതകടയ്ക്കണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, നിനക്ക് സമാധാനമായല്ലോ. അപ്പൊ ഹരീഷ് പറഞ്ഞു, സുധീഷ് ചേട്ടന് സമാധാനമായല്ലോ, സുധീഷ് ചേട്ടനല്ല ആദ്യം ഒച്ച ഉണ്ടാക്കാൻ വന്നത്, ഞാനാണ് ഒച്ച ഉണ്ടാക്കിയത്, നീ അല്ലേ വന്നത്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഹരീഷ് ചേട്ടനാ തുടക്കം ഇട്ടത്, ഹരീഷ് ചേട്ടൻ ഏതാണ്ട് നീത് വഴക്കടിച്ചതിന്റെ ദേഷ്യം മൊത്തം ഇങ്ങോട്ട് തീർത്തിയാണെന്ന് തോന്നുന്നു എന്ന് നികേഷ് കുറ്റപ്പെടുത്തിയിട്ടോ. രണ്ടുപേരും പറ്റുന്ന പോലെ പിടിച്ചു മാറ്റി. സുഭാഷും പിടിച്ചു മാറ്റാൻ നോക്കി, അതുപോലെ നികേഷും പിടിച്ചു മാറ്റാം. എവിടെ രണ്ടും മാറും, ഒന്നിനൊന്നും മെച്ചങ്ങളാ രണ്ടും. അങ്ങനെ ആ വഴക്ക് അങ്ങനെ തീർന്ന് രണ്ടുപേരും രണ്ട് ദിക്കിലായി. അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോവേണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സുഭാഷിന്റെ നിശ്ചയം പിറ്റേ ദിവസമാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് സുഭാഷ് രാവിലെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നിധി പറയാണ്, അതെ ഇന്ന് വിവാഹ നിശ്ചയമായിട്ട് സുഭാഷ് ഏട്ടൻ എല്ലാ പണികളും തീർത്തിട്ട് പോകാനാണോ ഇരിക്കണേ? അപ്പം സുധീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടനെ നിനക്ക് അറിഞ്ഞൂടെ നിധി, സുഭാഷ് ഏട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് സുഭാഷ് ഏട്ടൻ പോകുള്ളൂ, പിന്നെ ഉച്ച കഴിഞ്ഞല്ലേ നമ്മൾ പോണത് എന്നും പറയാനട്ടോ. ആ സമയം നമ്മുടെ സുഭാഷ് പച്ചക്കറിയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരെയാണ്. ആ സമയത്ത് നമ്മുടെ നികേഷ് ചോദിച്ചു, അല്ല വിവാഹ നിശ്ചയത്തിന് നമ്മള് 5 പേര് പോയാൽ മതിയോ? അപ്പൊ നിധി ചോദിച്ചു, 5ഓ?
അപ്പൊ അച്ഛനെ കൂട്ടിയില്ലേ? അച്ഛൻ ഇവിടെയുള്ള ആളല്ലേ? 6 പേര്. ഓക്കെ. 6 പേര്. അത് മതിയോ നിധിയേട്ടത്തിന്ന് ചോദിക്കും. അല്ലാണ്ട് ഇപ്പൊ പുറത്തുനിന്ന് ആരെയാ വിളിക്കേണ്ടത്? അപ്പോഴേക്കും നമ്മുടെ നിധി പറയും നമുക്ക് അമ്മാവനെ ഒന്ന് വിളിച്ചാലോ? അപ്പം സുഭാഷിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഗംഗാധരൻ അമ്മാവനെ ഒന്ന് വിളിക്കാലോ എന്നുള്ള ഒരു ചിന്ത. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് വരികയാണ്. ഭാസ്കരൻ വന്നപ്പോഴത്തേക്ക് നിധി ചോദിച്ചു, അല്ല അച്ഛാ, ഇന്ന് നിശ്ചയമാണല്ലോ, അച്ഛൻ ഇനി എങ്ങോട്ടും പോവാൻ നിൽക്കില്ലേ? ആ, എടാ സുഭാഷ്, നീ ആ പെണ്ണിനെ തന്നെ കേട്ടോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് അവളെ തന്നെ മതിയെന്നാണോ? അച്ഛാ, എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞില്ല, ഇനിയിപ്പൊ എന്താ പറയണേ? എടാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നിധി ചോദിച്ചു, അച്ഛാ, നമ്മള് നിശ്ചയത്തിന് പോകുമ്പോ ഇവിടുന്ന് 6 പേരല്ലേ ഉള്ളൂ, നമുക്ക് അമ്മാവനെ കൂടെ ഒന്ന് വിളിച്ചാലോ? ഹാ, അതിനെ ഞാൻ തന്നെ ഇവിടുന്ന് പോണോ പോണ്ടോ എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല, പിന്നെയാണ് ഇനി അമ്മാവനെ വിളിക്കുന്നത്. അല്ലച്ചാ, നമുക്ക് ഒരാളും കൂടെ വിളിയുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? നിനക്ക് എന്നെ പറ്റിയ, നീ നമ്മുടെ 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചേ അടങ്ങൂടുന്ന് ശപഥം ചെയ്തിട്ട് വല്ലതും ആണോ ഇരിക്കണം മോളെ? അതെ, അവനെയൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ ഇറങ്ങി അങ്ങോട്ട് പോവേണ്. ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ പോകേണ്ടത്. അപ്പൊ പിന്നെ ഇനി ഇപ്പോഴേ അതിന് വേണ്ടി ചട്ടം കെട്ടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ സുഭാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി അമ്മാവനെയും ലളിതമ്മായിനെയും വിളിക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോ നിധി പറഞ്ഞു, അല്ല, ഞാൻ പോയി വിളിച്ചോളാം, സുഭാഷ് ഏട്ടൻ തന്നെ സുഭാഷ് ഏട്ടന്റെ നിശ്ചയം വിളിക്കാൻ പോകുമ്പോ ചിലപ്പോ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ നമ്മുടെ നികേഷ് പറഞ്ഞു, അല്ല നിധി ഏട്ടത്തി, സുഭാഷ് ഏട്ടൻ തന്നെ പോട്ടെ, കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഇച്ചിരിയെങ്കിലും ഒരു മനുഷ്യത്വം കാണിക്കുന്നത് സുഭാഷ് ഏട്ടനോടാ, നമ്മൾ ചെന്നാൽ ഇനിയിപ്പോ ഒച്ചയെടുക്കുക. അപ്പൊ സുഭാഷ് പറഞ്ഞു, അതുകൊണ്ടല്ല, മോള് പോയി ഇനി മോളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ എനിക്കത് മനസ്സിന് വലിയ വിഷമവും, അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നിധി സുധീഷിനെ ഹരീഷിനെ നോക്കിയാണ്. അതെ, ഇവിടെ 2 തെക്കും വടക്കും ഇരിപ്പുണ്ട്. അപ്പൊ സുധീഷ് പറഞ്ഞു, ഞാൻ ഓക്കെയാ നിധി എന്ന് പറഞ്ഞു. അപ്പൊ ഹരീഷ്, നിധിയുടെ എനിക്കും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെന്ന് പറഞ്ഞു. എന്നാ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ സുഭാഷ് പച്ചക്കറിയൊക്കെ വാങ്ങിയത് അവിടെ വെച്ചിട്ട് നേരെ സുനന്ദയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ നിധി മുഖം കണ്ടിട്ട്, സുഭാഷിന്റെ മുഖം കണ്ടിട്ട് അവരുടെ അടുത്ത് പറയണ, ഒരു നിശ്ചയത്തിൻ്റെതായ ഒരു സന്തോഷമൊന്നും സുഭാഷ് ഏട്ടന്റെ മുഖത്ത് കാണാനില്ല അല്ലേ നികേഷ് എന്ന് പറഞ്ഞു. അപ്പൊ നികേഷ് പറയുന്നുണ്ട്, ഈ ഒരു കല്യാണം നടക്കുന്നതോടുകൂടി ഈ കുടുംബത്തിന്റെ സന്തോഷം പോകുമോ അതോ ഇരട്ടിക്കോ? അപ്പൊ നിധി ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയണ? നിധിയേട്ടത്തിൽ വന്നപ്പോ ഈ കുടുംബം തന്നെ ആകെ മാറി സന്തോഷത്തിലായി. ഇനിയിപ്പോ ഈ പുതിയ വരുന്ന പെണ്ണ് എങ്ങനത്തെ ആണോ എന്താണോ ഒന്നും അറിയില്ലല്ലോ നിധിയേട്ടത്തി, നമ്മുടെ ഉള്ള സന്തോഷം കൂടെ നഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ നികേഷ് പറയാൻ കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ സമാധാനപ്പെട്ടിരിക്കുന്നു പറയാം. എന്നിട്ട് ഈ സമയം നമ്മുടെ സുഭാഷ് നേരെ സുനന്ദയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ സുനന്ദ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗംഗാധരനും അവരും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നീ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് ഓടി വരുമ്പോ നിന്റെ അമ്മായി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോ, ഇവിടത്തെ അമ്മയെക്കാട്ടിലും നല്ല സ്നേഹ, അശ്വിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ അവരെന്നെ സ്നേഹിക്കണം. അപ്പം ലളിത പറഞ്ഞു, ശരി, അവർക്കൊരു പ്രത്യേക സ്നേഹമായി അവളോട്. ഗംഗാധരൻ പറഞ്ഞു, കണ്ടില്ലേ, ഇത്രയും നല്ലൊരു കുടുംബം തട്ടിത്തെറിപ്പിച്ചിട്ടല്ലേ നീ അന്ന് സുഭാഷിനെ കെട്ടണമെന്നും പറഞ്ഞു നിന്നത്. അപ്പൊ സുനന്ദ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിക്കാട്ടോ. ഈ സമയത്ത് നമ്മുടെ സുഭാഷ് അങ്ങോട്ട് കയറി വരികയാണ്, അമ്മാവ അമ്മായി എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോഴേക്കും സുനന്ദ സുഭാഷിന്റെ ഒച്ച കേട്ട് ഓടിച്ചെല്ലുന്നു. അയ്യോ, സുഭാഷ് ചേട്ടനോ, വാ, കയറി വാ. അപ്പൊ ചോദിക്കും, എന്താ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നു. അപ്പൊ സുഭാഷ് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വാ, അകത്തോട്ട് വാന്നും പറഞ്ഞു സുനന്ദ സുഭാഷിനെ അകത്തോട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ അകത്ത് ചെന്ന് ഇരിക്കുമ്പോഴേക്കും ലളിതയും ഗംഗാധരനും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ പറയും, ഇന്ന് എന്റെ വിവാഹ നിശ്ചയമാണ്. ഏ, സുഭാഷ് ഏട്ടന്റെ വിവാഹ നിശ്ചയോ? അതെ, നിങ്ങളെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും ലളിത പറഞ്ഞു, കണ്ടില്ലേ, അമ്പലത്തിലേക്കുള്ള ഒരു അഡ്രസ്സ് കൊടുത്തപ്പം അവനെ നമ്മൾ കുടുംബം അങ്ങ് ഒന്നായെന്നുള്ള മട്ടില. അപ്പൊ ഗംഗാധരൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കില്ല ലളിതേ, എവിടെന്നാ സുഭാഷ് പെണ്ണ് എന്നൊക്കെ ചോദിക്കുന്നത്. അമ്മ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടുവന്ന കല്യാണമാണ്. അപ്പം 2 ദിവസം ആയുള്ളൂ നിശ്ചയം ഉറപ്പിച്ചിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് ആരുടെ വേറെ പറയാനായിട്ട് ആരുമില്ല, നിങ്ങളുടെ അടുത്ത് മാത്രമേ പറയണുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും വരണമെന്ന് സുഭാഷ് പറയണ. അപ്പൊ ലളിത പറഞ്ഞു, പിന്നെ നിശ്ചയം രാവിലെ വന്ന് വിളിച്ചിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാനായിട്ട് ഇങ്ങനെയാണോ അവിടെ വിളിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ലളിത മെക്കിട്ട് കയറിയാണ് സുഭാഷിന്റെ. സുനന്ദ പറഞ്ഞു, ഇവരാരും വന്നില്ലെങ്കിലും സുഭാഷ് ഏട്ടാ, ഞാൻ അശ്വിനെ വിളിച്ച് ചോദിക്കും, അശ്വിൻ എനിക്ക് പെർമിഷൻ തരും, ഞാൻ എന്തായാലും വരും സുഭാഷ് ഏട്ടാന്ന് തന്നെ സുനന്ദ പറയണ്. അപ്പോ ഗംഗാധരൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞങ്ങൾ വന്നേക്കാം എന്ന് പറയണ്. അങ്ങനെ സുഭാഷ് പറയും, എന്റെ വിവാഹ നിശ്ചയമാണ്, നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയും. അപ്പൊ സുനന്ദയ്ക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഒരു വിഷമമൊക്കെ പറയണം. പാവം എന്ന് വെച്ചാൽ നല്ല അതിൻ്റെതായ വിനയവും റെസ്പെക്റ്റും ഒക്കെ സുഭാഷ് ഏട്ടനുണ്ട്. അങ്ങനെ ലളിതയും ഗംഗാധരനും എഴുന്നേറ്റ് നിൽക്കുന്നിട്ട് സുഭാഷ് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. അവർ സന്തോഷത്തോടു കൂടെ തന്നെ സുഭാഷിനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞ് സുഭാഷ് നേരെ വീട്ടിലോട്ട് വരും. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സുധീഷും നമ്മുടെ ഹരീഷും കൂടെ നിശ്ചയത്തിന് മുന്നേ ആയിട്ട് പോയി ഈ ജയന്തിയുടെ വീടിന്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് പോയിക്കണം. അപ്പൊ കുറച്ച് മാറി ഒരു വീട്ടിൽ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ഇവിടെ ഈ കുടുംബത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം, ഒരു വിവാഹാലോചനയായിട്ട് വന്നേന്. അപ്പൊ അയാൾ പറയും അതിന് അവിടത്തെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, നിങ്ങളുടെ ഡൈവേഴ്സിന് വേണ്ടി നിക്കണമെന്നോ ഒക്കെ പറയണ കേട്ടോ. അല്ല ആ കുടുംബത്തിലെ ഇപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം, അപ്പൊ വേറെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് കുടുംബം? സത്യം പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിലേ നിങ്ങൾ ആ കുടുംബത്ത് കൊണ്ട് തല വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹരീഷും സുധീഷും മുഖത്തോട് മുഖം നോക്കിയാണ്, കാരണം നല്ലൊരു അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് അവര് പിന്നെ ജയന്തിയിലെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ വന്ന് അഭിപ്രായം ചോദിക്കാണ്. അയ്യോ ആ ഒരു കുടുംബം ഇവിടെ നിന്ന് പോയെങ്കിൽ ഈ ഏരിയ തന്നെ നന്നായി പോയനെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേട്ടപ്പോ ഹരീഷിനൊക്കെ ആകെ മുഖത്ത് അടി കിട്ടി കണക്കായിപ്പോ. ഇനിയിപ്പോ എന്താ ചെയ്യണേ? കാരണം ഇവരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് സുഭാഷ് ചേട്ടന്റെ ജീവിതം തന്നെ എന്തായി മാറും എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ തിരക്കി നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ബൈക്കിൽ വീട്ടിലോട്ട് വരണം. ഉച്ച കഴിഞ്ഞാണ് പോകേണ്ടത്. അപ്പം നിധി പറയുന്നുണ്ട് നമുക്ക് ഒരു കാറിൽ പോകുന്ന ആളെ ഉണ്ടാവുള്ളൂ സുഭാഷ് ചേട്ടാ. അപ്പം സുനന്ദയും അമ്മാവനും ലളിതമ്മയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവലർ വിളിക്കേണ്ടി തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് വരുവോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. സുനന്ദ വിളിച്ച് പറയാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ 6 പേരാണെങ്കിൽ നമുക്ക് കാറ് മതി മോളെന്ന് സുഭാഷ് പറയാൻ കേട്ടോ. അങ്ങനെ നിശ്ചയത്തിന്റെ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ ഇരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സുഭാഷിന്റെ കല്യാണം എങ്ങനെയായി തീരുമെന്നോ, നമ്മുടെ ഹരീഷും അതുപോലെ സുധീഷും കൂടെ പോയി ജയന്തിയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ തിരക്കിയിട്ട് വന്നപ്പോൾ എല്ലാവർക്കും ആകെ പിന്നെ ഒരു ബുദ്ധിമുട്ടാവേണ്. സുഭാഷ് ചേട്ടൻ ഇത്രയും ഇൻവോൾവ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു എല്ലാവർക്കും ഒരു ടെൻഷനും ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ലളിതയും കുടുംബവും വരുമോ? അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇനി വരാനുള്ളത് അല്ലേ. അപ്പം നാളത്തെ കാറ്റത്തെ കിളിക്കൂട്ടിലെ ഏകദേശ പ്രൊമോ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക്